നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് നമ്മുടെ ലൈഫിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ അല്ലെ. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു യെസ് ഓർ നോ, യെസ് പറയാൻ പൊതുവെ വളരെ എളുപ്പമാണെന്നും എന്നാൽ നോ പറയാനാണ് നമുക്ക് കൂടുതൽ കറേജ് വേണ്ടതെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. എന്താണ് മിസ്സിന്റെ അഭിപ്രായം? നോ പറയാൻ കൂടുതൽ കറേജ് വേണം എന്ന് പറയാനുള്ള ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അത് എങ്ങനെ ഫീൽ ചെയ്യും, നമ്മൾ പറയുന്ന ഒരു കാര്യം അയാളെ ഹേർട്ട് ചെയ്യോ, അയാൾ നമ്മുടെ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നോ എന്ന് പറയുമ്പോൾ അയാൾ അത് എങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അയാൾക്ക് വേണ്ടി നമ്മൾ ഹേർട്ട് ആവുന്നുണ്ടോ എന്നൊരു ഫീലിംഗ് വരുന്നോണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് നോ പറയാനൊരു കറേജിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അതായത് കറേജ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. അത് നമ്മളുടെ ചില ഏരിയാസ് ഓഫ് ഫിയർ ഉണ്ട്. ആ ഫിയറിലേക്ക് നമ്മളെ, അല്ലെങ്കിൽ നമുക്ക് ഭയമാണ് നമ്മളെ കൊണ്ട് നോ പറയിപ്പിക്കാത്തത്. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ നോ പറഞ്ഞു പോയാല് നമ്മളെ കുറിച്ച് എന്താ ആൾക്കാർക്ക് വിചാരിക്കുക, നമ്മൾ റൂഡ് ആവുകയാണോ. കാരണം നോ എന്നുള്ള ഒരു വാക്കിനെ എപ്പോഴും ഇക്വേറ്റ് ചെയ്യുന്ന ഒരു വാക്കാണ് എന്ത്, നമ്മൾ പറയും റൂഡ്, അയാൾ ഭയങ്കര റൂഡാണ്, ഒരു വല്ലാത്ത മൊരട്ട് സ്വഭാവം, അങ്ങനെയൊക്കെ പറയല്ലേ. അപ്പോ ആ ഒരു ഭയമായിരിക്കാം ചിലപ്പോ നമ്മളെ കൊണ്ട് നോ പറയിപ്പിക്കാതെ. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സെയിങ് കേട്ടിട്ടുണ്ട്, നമുക്ക് വളരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് നോ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മിസ്സിന് ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസോ എന്തെങ്കിലും ഉണ്ടോ? എന്ന് വെച്ചാൽ നോ പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ നോ പറയാതെ പോയത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഇല്ല, നോ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇത്തിരി പ്രൗഡായിട്ട് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ഇപ്പോ ഞാനിപ്പോ ഒരു മന്തിലേക്ക് ഷുഗർ കട്ട് ചാലഞ്ച് എടുത്തിരിക്കുകയാണ്. അപ്പൊ എന്റെ ചുറ്റും എന്താ ഐസ്ക്രീം വരും, മുട്ടായി വരും, അങ്ങനെ പല പല സാധനങ്ങളും വരും. അപ്പൊ ഞാൻ പറയുന്നു എനിക്കത് വേണ്ട, ഞാൻ അതിന് നോ പറയാണ് എന്ന് പറയുമ്പോ എനിക്ക് ഉള്ളില് സാധനം മിസ്സായി എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും മുകളിൽ എനിക്ക് നിൽക്കുന്നത് ഓക്കെ ഞാൻ അതിന് നോ പറഞ്ഞു, ഞാൻ എടുത്തൊരു ഡിസിഷൻ ആണ്, അത് ഞാൻ ഫോളോ ചെയ്യുന്നു, ഞാൻ അതിന് നോ പറയുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു പ്രൗഡായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മിസ് ഇപ്പൊ പറഞ്ഞ എന്താണ് ഷുഗർ കട്ടിനെ പറ്റി പറഞ്ഞപ്പോ അതെ, അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. നമ്മൾ ജിമ്മിൽ നോർമലി പോണതിന് വേണ്ടിയിട്ടാ, വർക്ക്ഔട്ട് ചെയ്തിട്ട് ബേൺ ഔട്ട് ആവാൻ വേണ്ടിട്ടാ അല്ലെ. അപ്പൊ നമുക്ക് ഈ നോ പറഞ്ഞാല് അല്ലെങ്കിൽ നോ പറയാതിരിക്കുന്ന സാഹചര്യത്തില് നമുക്ക് ഈ ബേൺ ഔട്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞ മിസ് വിശ്വസിക്കോ? നോ പറയാതിരിക്കുന്ന ഉറപ്പായിട്ടും ആണല്ലേ, തീർച്ചയായിട്ടും. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഔട്ട് ആവുന്ന സിറ്റുവേഷൻസ്, അതായത് ചില സ്ഥലത്ത് നമുക്ക് നോ പറയാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അയാളുടെ മുഖത്തോക്കി എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ യെസ് പറയും. പിന്നെ വീട്ടിൽ ചെന്നിരുന്നു അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ എനർജി ലോസ് ആവുകയാണല്ലേ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വേറൊരാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചുമ്മാ നോ പറയേണ്ട സ്ഥലത്ത് പോലും പറയാതെ എസ് ആക്കി നമ്മൾ പോകുമ്പോ നമ്മൾ അവിടെ എന്താണ് ബേൺ ഔട്ട് ആവുകയാണ്. ഡെഫിനറ്റ്ലി. അപ്പൊ ജിമ്മിൽ പോവാതെ വേണമെങ്കിൽ നമുക്ക് എന്താ നോ പറയാതിരുന്ന് ബേൺ ഔട്ടിലേക്ക് പോകാം. ഓക്കെ, സ്ട്രെസ് ഔട്ട് ആയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ആങ്സൈറ്റി, പിന്നെന്താണ് ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് എക്സ്ട്രാ കിട്ടും ഈ പറഞ്ഞ നോ പറയാൻ സാധിക്കാത്ത. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നോ എന്ന വാക്ക് അത്രയും പവർഫുൾ ആണ് അല്ലെ. ഒരു പക്ഷെ യെസിനെ ഒരുപാട് പവർഫുൾ ആണ്. കാരണം നോ പറയണമെങ്കിൽ നല്ല കറേജ് വേണം. അത് പറയണ ഇപ്പൊ കുറെ സിറ്റുവേഷൻസിൽ നമ്മൾ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നോ പറയാത്തതുകൊണ്ട് അവരെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും ഇല്ലേ. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, വർക്ക് പ്ലേസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അങ്ങനെ പല സ്ഥലത്താണെങ്കിലും എന്താണ് നോ പറയാൻ നമ്മളൊരു ധൈര്യം കാണിച്ചാൽ നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാവുന്ന പല പ്രശ്നങ്ങളും ഉണ്ട്. അതെ, അതായത് ചില റിലേഷൻഷിപ്സ് നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ എപ്പോഴും ആളുകളുടെ ഭയം മറ്റൊരാൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെ അയാളും ഞാനും തമ്മിലുള്ള ആ ഒരു റിലേഷനെ എനിക്ക് ബ്രേക്ക് ചെയ്ത് പോവോ, ഇതൊക്കെ ആയിരിക്കും യൂഷ്വലി നമുക്ക് ഉണ്ടാവുന്ന ഒരു ഭയം. പക്ഷെ നമ്മൾ ഒരിക്കലും ആലോചിക്കാത്തൊരു കാര്യമുണ്ട് നമ്മളെ കുറിച്ച് അല്ലെ. നമുക്ക് പറ്റില്ല എന്ന് ഉള്ള സിറ്റുവേഷൻസിൽ മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നു, അല്ലെ അയാൾ എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യോ, ചിലപ്പോ കട്ട് ചെയ്ത് പോവായിരിക്കാം, പക്ഷെ അത് അത്രയും ചിലപ്പോ എന്തായിരിക്കും നമ്മള് നന്നായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമ്മുടെ ഒരു നോ പറയുന്നത് കൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും പോയി പോകില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ മിസ്സിന്റെ ഒരു ഫ്രണ്ടിനോട് നോ പറഞ്ഞത് കൊണ്ട് മിസ്സിന് ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടമായിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ചില സജഷൻസ് പറഞ്ഞതുകൊണ്ട് എനിക്ക് ചില ഫ്രണ്ട്ഷിപ്സ് നഷ്ടമായി പോയിട്ടുണ്ട്. ഞാനിപ്പം ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ചൊരു കാര്യമാണ്, ഞാൻ 4-ലൊക്കെ പഠിക്കുന്ന ഒരു സമയത്താണ്. ഞാൻ പൊതുവേ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ആ സമയത്ത് കുട്ടികൾ എന്റെ ഫ്രണ്ട്സ് യൂഷ്വലി ചെയ്യിപ്പിച്ചോണ്ടൊരു കാര്യമുണ്ട്, എന്നെ കൊണ്ട് നോട്ട് എഴുതിപ്പിക്കും. എനിക്ക് മനസ്സിലുണ്ട് പറയണത്, എനിക്ക് കുഞ്ഞായിരുന്നെങ്കിലും ഇപ്പൊ ഈ 4-5 ആ പ്രായത്തില് നമുക്ക് ഈ പറഞ്ഞ ഒരു കറേജ് ഇല്ല. എന്റെ ഫ്രണ്ട്സ് എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തൂലേ, ഞാനിപ്പോ നോ പറഞ്ഞിട്ടുണ്ട്
കുട്ടികളുണ്ട്, സ്വാഭാവികമായിട്ട് ആ ക്ലാസ് ഞാൻ ഒറ്റപ്പെട്ടു. അതുകൊണ്ട് എന്താ, എനിക്ക് എന്റെ നോട്ടിനെക്കാട്ടിലും ഈ പറയുന്ന 4-5 കുട്ടികളുടെ നോട്ട് എഴുതി കൊടുക്കുക എനിക്ക് സ്ട്രെസ്സാണ്. ആ ചെറിയ പ്രായത്തിൽ പോലും ഞാൻ നോട്ട് എഴുതി കൊടുക്കും, എനിക്ക് പഠിക്കാനുള്ള സമയമില്ല. പിന്നീട് അത് എന്റെ വീട്ടിൽ പറയും, അങ്ങനെ അതിനെ ഓവർകം ചെയ്യുമായിരുന്നു ചെയ്ത്. ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ കാണും അല്ലെ ജീവിതത്തിൽ. അതുപോലെ ബുള്ളിങ്, അതെ, നമ്മളിങ്ങനെ കളിയാക്കുമ്പോ നമ്മുടെ ഇപ്പൊ തന്നെ ഉള്ള റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്താണ് ഡ്രഗ് അബ്യൂസ് ആണെങ്കിലും അങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പൊ ഫ്രണ്ട്സ് വന്നിട്ട് ട്രൈ ചെയ്യാന്ന് പറയുമ്പോ അവിടെ നോ എന്ന് പറയാൻ ഒരു ധൈര്യം കാണിച്ചാൽ മാത്രം മതി. അതെ, തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നത് ഈ ഡ്രഗ് പോലെയുള്ള കാര്യങ്ങൾ ഭയങ്കര കൂളാണ്, അതെ കൂളാണ്, അതുണ്ടെങ്കിൽ നല്ല വൈബാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തായി പോകും, നമ്മൾ കുറച്ച് പ്രായമായ സിഗരറ്റ് സ്മോക്ക് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമാണ്. അതെ, നമ്മൾക്കൊരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഇമേജ് കോൺഷ്യസ് ആവും നമ്മളപ്പോ ബാക്കിയുള്ളവരുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോ നമുക്കറിയാം നമ്മളോട് എല്ലാരും പറയുന്ന കാര്യമാണ് അത് തെറ്റാണെന്ന്, പക്ഷെ അത് മനസ്സിലാക്കാതെ നമ്മൾ അത് തന്നെ ചെയ്യുന്ന കാര്യം എന്താണ്, ബാക്കിയുള്ളവരെ കൂടെ കൂടാൻ നോക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലേ. അതെ, അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങളും സിറ്റുവേഷൻസും ഉണ്ട് അല്ലെ. പിന്നെ എന്താണ് മിസ്സിന് ഒരു നോ എന്നുള്ള ഒരു ചാലഞ്ചിങ് പൊസിഷനാണ്. ഇപ്പം നമുക്ക് വർക്ക് പ്ലേസസ് എടുക്കാം. ജീവിതത്തിൽ ഇപ്പൊ സ്റ്റുഡൻസ് എന്ന് മാത്രമല്ല, നമ്മളൊരു വർക്ക് പ്ലേസിൽ പോയാൽ നമ്മളുടെ ഒരു ഹയർ പൊസിഷനുള്ള അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റി നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന കാര്യമാണ് എനിക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ. അതായത് വെൻ ഇറ്റ് കംസ് ടു ഇന്റർവ്യൂസ്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മളുടെ ഒരു എന്തായിരിക്കും, നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ആ ഒരു ജോലി. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ പക്ഷെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ, വർക്ക് പ്ലേസിലാണെങ്കിലും സ്റ്റാർട്ടിങ്ങില് വർക്ക് ലോഡ് കൂടുതലായിരിക്കുമ്പോ ആൾക്കാര് അതിനോട് യൂസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ ഗ്രാജുവലി കുറച്ച് നാൾ കഴിയുമ്പോൾ അവര് തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട്, നോ പറയുന്നുണ്ട്. അതിനനുസരിച്ച് പിന്നെ അവരുടെ ലൈഫ് മാറുന്നുണ്ട്. അപ്പോ നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞിരിക്കണം അല്ലെ. അതായത് ചില സമയത്ത് എന്താണ് എസിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് കറേജുമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നിങ്ങളുടെ മിസ്സിന് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും? എനിക്ക് അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എന്താണ് എന്റെ ആ ഒരു ചൈൽഡ്ഹുഡിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നീട് ആവശ്യത്തിന് ഞാൻ നോ പറയും. എങ്കിലും ഇപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളെ സൊസൈറ്റി എന്താണ് ഷേപ്പ് ചെയ്തെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെ ആവാവുള്ളൂ, ഇങ്ങനെ നീ പറഞ്ഞാൽ നിനക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ തുടർന്ന് ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള നിരവധി എക്സ്പീരിയൻസസ് എനിക്കുണ്ട്. എന്നാലും എന്താണ് നമ്മളെല്ലാവരും നമ്മൾ ലേണേഴ്സ് ആണ്, എല്ലാം പഠിച്ച് വരികയാണ്. അപ്പൊ ചില എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് തോന്നും ഓക്കെ ഇനി നെക്സ്റ്റ് ടൈം ഇങ്ങനെയല്ല, ഈ ഒരു സ്ഥലത്ത് നോ പറയാം. നോ പറയുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാല്യൂസ് എന്താണ്, നമ്മുടെ ഒരു പോയിന്റ് എന്താണ്. ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പലരും പല പോയിന്റ്സ് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു പോയിന്റ് പറയാനുള്ള വോയിസും എന്താണ് നമുക്ക് ഉണ്ടാവേണ്ടതും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അതിന് വേണ്ടിയിട്ട് വേറൊരാളെ ഇന്ന പോയിന്റ് ഞാൻ പറഞ്ഞു അയാളോട് അത് പറയേണ്ടതും അതും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. നമുക്ക് പറയാനുള്ളത് എന്താണോ, നോ ആണെങ്കിലും എസ് ആണെങ്കിലും ഒരു കാര്യമാണെങ്കിലും അത് നമ്മൾ തന്നെ പറയുക എന്നുള്ളതും വളരെ അതേപോലെ ഇപ്പൊ നമ്മൾ യെസ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോ നമുക്ക് യെസ് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് സാധിച്ചെടുക്കാനാണ് ബുദ്ധിമുട്ട് അല്ലെ. അതേപോലെ തന്നെ എന്താണ് നമ്മൾ പറയല്ലോ 2 sides of the coin, ലൈക്ക് ദ 2 sides of the coin എന്ന് പറഞ്ഞാല് യെസ് ആൻഡ് നോ. യെസ് പറയുന്നത് പോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൗഡ് ആവുന്ന പോലെ തന്നെ ഒരുപക്ഷെ നോ ഇത് ചെയ്യാൻ എനിക്ക് പറ്റില്ല അല്ലെ. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നതല്ല നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം ഈ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ആ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. എവിടെയാണ് നോ എക്സാക്ട്ലി. അതായത് നമ്മൾ കുട്ടികളെ ഷേപ്പ് ചെയ്തെടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ഗേൾ ഗുഡ് ബോയ് സിൻഡ്രോം അറിയാലോ. നല്ല കുട്ടിയായിരിക്കണം, എല്ലാവർക്കും നല്ലത് പറയിപ്പിക്കണം, എല്ലാവരും പറയുന്നതും അനുസരിക്കണം. അതെ അങ്ങനെ. അപ്പൊ ഇതിപ്പോ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ മാറുന്ന ഒരു കാര്യമാണ് ഈ ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്ഷുവൽ അബ്യൂസ്മെന്റ്. അപ്പൊ അവിടെ നമുക്ക് ഗുഡ് ടച്ച്, മിസ് പറഞ്ഞ പോലെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്ന് കുട്ടിക്ക് ഒരു ബോധം കൊടുത്തില്ലെങ്കിൽ, ഇവിടെ ഇന്ന രീതിയിൽ നിന്നെ സ്പർശിക്കുമ്പോൾ അവിടെ നീ നോ പറയേണ്ട. നമ്മള് പൊതുവെ സ്കൂൾസിലെല്ലാം സ്കൂളുകളിലെല്ലാം കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണിത്, ഈ പറഞ്ഞ സെക്ഷൽ അബ്യൂസിന്റെ കാര്യത്തിലേക്കൊക്കെ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് മിസ് കരിയർ എന്ന് പറയുന്നത്. ഇപ്പോ കരിയറിൽ ഇപ്പൊ പാരന്റ്സിന് പല അഭിപ്രായം കാണും, ഫ്രണ്ട്സിന് അഭിപ്രായം കാണും, റിലേറ്റീവ്സിന് വരെ അഭിപ്രായം കാണും. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ കരിയർ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലെ. ഇപ്പൊ സ്റ്റുഡൻസിനോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യാൻ അവര് വില്ലിങ് ആയിരിക്കണം.
വില്ലിംഗ് ആയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അതിനുവേണ്ടി എന്താണ് മാക്സിമം എഫേർട്ട് ഇടുക. പിന്നെ അത് ഇൻ കേസ് നിങ്ങൾക്ക് ആ കരിയറിലേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഡിപ്രസ്ഡ് ഒന്നും ആവണ്ട. നിങ്ങൾക്ക് ആ ഒരു ജേർണിയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഇല്ലേ? നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവും. അപ്പൊ നമുക്കൊക്കെ ആണെങ്കിലും അങ്ങനെയാണ്, അല്ലെ? നമ്മൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. നമ്മൾ വർക്ക് ചെയ്യുന്ന വഴിക്ക് നമുക്ക് ചിലപ്പോൾ ആ ഗോളിൽ എത്തിപ്പെടാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ആ വഴിക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. ചിലപ്പോൾ പേഷ്യൻസ് ആയിരിക്കും പഠിക്കുന്നത്, ചിലപ്പോൾ കുറെ നോളജ് ആയിരിക്കും അക്വയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്താണ് നമുക്കൊരു ജേർണിയിലൂടെ കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവരും അത് ഫോളോ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. അതെ, എല്ലാവരും റെഡി ആയിട്ടിരിക്കുക.